ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓണം ഷൂട്ട് എങ്ങനെ ഉണ്ടാവും, ഒരു ഓണം സദ്യ. ഓക്കെ, ഞാനിപ്പോൾ രണ്ടാമത്തെ സദ്യയും ഒന്നാമത്തെ സദ്യയാണ് ഞാൻ കഴിക്കുന്നത് ഈ ഓണം തുടങ്ങണതിന് മുന്നേ. അപ്പം നമുക്ക് ഓണം തുടങ്ങണതിന് മുന്നേ ഉള്ള ഒരു ഓണസദ്യ, ഓണം ഷൂട്ട്, ഒരു ഓണസദ്യ ഷൂട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഇത് വലിയ വീഡിയോ ആയിരിക്കില്ല, പക്ഷെ എന്നാലും ഓണത്തിന് എങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു നോക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഈ വീഡിയോസ് എടുക്കാം. അപ്പോൾ ഇവിടെ ഓണം ഷൂട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ പോയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കി നോക്കിയാൽ മതി. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സോ എന്താ പറയുക, ഇത് കഴിഞ്ഞിട്ട് വേറെ ഷൂട്ട് ഉണ്ട്, പക്ഷെ ഞാൻ അതൊന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഓൾറെഡി ഞാൻ എപ്പോഴും അത് കാണിക്കാനാണല്ലോ നിങ്ങൾക്ക്. അപ്പോൾ പറ്റുവാണെങ്കിൽ കാണിക്കാം. ഞാൻ എൻ്റെ പ്ലാനിങ് ഇപ്പോൾ ഈ ഓണം ഷൂട്ട് മാത്രം കാണിക്കുക എന്നുള്ളതാണ്. ഓണം ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ സദ്യൻ്റെ ഷൂട്ട് മാത്രം കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കി നോക്കാം. പിന്നെ എന്താണ്, പിന്നെ നമുക്ക് വേറെ ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരുപോലെയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് നമുക്ക് കുറച്ച് മാത്രം കാണിക്കുന്നതല്ലേ. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഓണത്തിന്റെ ഒരു ഓണം വൈബ് ഷൂട്ടാണ് കേട്ടോ. ഒരു സദ്യയാണ്, സദ്യ. ബാക്കി ഞാൻ ചിലപ്പോൾ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കണം, ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നുണ്ടോ മിസ്. അപ്പോ യെസ്, നമുക്ക് കാണാം. മാത്രമുള്ള വീടാ ഓണത്തിന് മാത്രം. ഓണം ഷൂട്ട് എങ്ങനെയാണെന്ന് നമുക്ക് മാത്രം. അപ്പോൾ വലിയ വീഡിയോ എല്ലാം ഞാൻ കേട്ടോ. ചെയ്തിട്ട് മുറ്റാണ് മറ്റേതിൽ പുള്ളിയില്ല, മറ്റേ നമ്മളവിടുന്ന് മൂന്നെണ്ണം ഒരുമിച്ച് കഷ്ടം. ഇങ്ങനെ ഓണസദ്യ തുടങ്ങി. ദീദി അച്ചാറ് കിച്ചടി പച്ചടിയോ ശരിയിലാണ് പറഞ്ഞത്. നല്ല കുറുകിയ, അത് ഇനിയിപ്പോ കുറുകിയ വേറെ എന്താ യൂസ് ചെയ്യാ? നമ്മളെ സദ്യ പുതിയ സദ്യ വന്നിട്ടുണ്ട് അറിയില്ല. പച്ചടി പച്ചടി കിച്ചടി നോർമലി പറയുന്ന വാഴയില ഉപ്പ് മറ്റേ 30 ഐറ്റംസ് ഉള്ള ഒരു കിഡ് ഗംഭീര സദ്യ. അതും ദുബായിലെ ഇലക്ട്രോണിക് മാർക്കറ്റായ ഓണസദ്യ ഇതിന് മുന്നേ നല്ല ഓണസദ്യ ഏകദേശം 1 വർഷത്തിന് മുകളിലായിരുന്നു ചെയ്തത്. ഓർമ്മ അത് എന്തിന്റെയാണ് ഇപ്പത്തെ തിന്ന് കിട്ടുന്നു. നമ്മുടെ നാട്ടിൽ കുറച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ടാവും. പിന്നെ ഞങ്ങള് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോവാണെങ്കിൽ വിത്ത് നിതിൻ, ബാബു, നിതിൻ, നജീബ്, അച്ഛനെ മാറ്റും.
എനിക്കുണ്ട് വലിയ മീൻ. ലോക്കൽ അവനുണ്ട്. നമുക്ക് രണ്ടുപേർക്കും മാത്രമേ വലിയ മീനുള്ളൂ. അതൊക്കെ ചെറിയ മീൻ, ചെറിയ പിള്ളേർക്ക് ചെറിയ. മുതിർന്നവരല്ലേ? അതെ. സാമ്പാർ മേടിക്കും. ശരി. സാമ്പാർ വേണ്ടെന്നോ? നോ, തോരൻ. ദിസ് വൺ. നോ നോ. ചപ്പാത്തി ഡയറ്റാ, പക്ഷെ ചപ്പാത്തിയും എന്താ ഇതിന്റെ പേര്, ചെമ്മീൻ കറിയും റോസ്റ്റും, അത് നല്ല എണ്ണയുള്ള സാധനം. ഡയറ്റാണ്, ഡയറ്റ്. ഞാനും ഡയറ്റ്. ഞാൻ കുറച്ചേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. എടാ ഞാൻ ഇത്രേ ഉള്ളൂടോ, വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. കാണിക്കട്ടെ, മുഖം മറിക്കില്ലേ? ഞാൻ നിന്റെ മറ്റേ ഫോട്ടോസ് ഇടും. അറിയില്ല ഇതൊക്കെ ഫുൾ ഡയറ്റാ. ഡയറ്റ് ഫുഡ് വിത്ത് ചപ്പാത്തി സദ്യ ഒന്നും. പക്ഷെ ഡയറ്റിൽ എണ്ണ പറ്റില്ല. വണ്ടിയുടെ ബാഗിലുണ്ട് സാധനങ്ങളുണ്ട്. എന്നിട്ട് ഇത് കഴിക്കും, എന്താ പ്രോട്ടീൻ. പ്രോട്ടീൻ മുട്ട കഴിച്ചാ പയ്യ ഒഴിവാക്കിയാ മതി. അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്നത്തേത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. നല്ല സദ്യ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ 33 ഐറ്റംസോ 30 ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കുകയാണ്. മീൽസ് ആയിരുന്നു. ഈ മീൽസിന് 12 ദിറംസേ ഉള്ളൂ, വലിയ മീനൊക്കെ ആയിട്ട്. ഞാനത് ഞെട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ.